ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ യൂട്യൂബ് ബ്ലോഗ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പ്ലേസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു സ്ഥലമാണിത്. ചുറ്റും നല്ല കാടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നൊരു സ്ഥലമാണ്. നമുക്ക് ശരിക്കും വളരെ സൈലൻ്റായിട്ട് കിടക്കുന്നൊരു പ്ലേസ്. നല്ല കാറ്റാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അത്യാവശ്യം ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ടാണ് അവിടെ വന്നത്. കണ്ട ഈ വഴിയാണ് നമുക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ നിൽക്കുന്ന ചെമ്മീക്കെട്ടിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റും. ഇവിടെ കണ്ടൊരു കുളമുണ്ട്. ഈ കുളം എന്ന് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മയാണ് പറഞ്ഞത് അതൊരു കുളമാണെന്ന്. അമ്മ അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ ഒരു അപ്പൂപ്പന്താടികൾ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ചെന്നത്. അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ പെറുക്കി കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൂപ്പന്താടികളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഓരോ മരങ്ങൾ അവിടെ ഉള്ളതൊക്കെ ഇങ്ങനെ നോക്കി അമ്മ നടക്കുവാണ്. അപ്പോൾ ഒരു അമ്പഴത്തിൻ്റെ മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ കാണിച്ച് തന്നേണ് അമ്മ. അങ്ങനെ നോക്കി കഴിയുമ്പോൾ കുറേ മരങ്ങളുണ്ട്. എനിക്കൊരു തൂവൽ കിട്ടി. അപ്പോൾ ഞാൻ അതും കൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ട് നിൽക്കുവാണ്. അപ്പോൾ കുളത്തിലാണെങ്കിൽ നിറയെ മീനുകളൊക്കെ കണ്ടു. പക്ഷെ അതങ്ങനെ യൂസ് ചെയ്യാത്തൊരു കുളമാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ നിറയെ ആലിലകൾ കിടക്കണം. അങ്ങനെ നോക്കിയപ്പോൾ ഒരു ആൽമരം അവിടെ നിൽക്കുന്നത് കണ്ടത്. പിന്നെ കുറേ നേരം ആ പറമ്പിൽ കൂടെയൊക്കെ അവിടെയൊക്കെ നടന്നു. നിറയെ വള്ളിപ്പടർപ്പുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണം. പിന്നെ ഇലകളുടെയൊക്കെ നല്ല കിരികിര ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടേക്ക് നടന്നു. അങ്ങനെയാണ് അഞ്ചുമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അഞ്ചുവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് ചെമ്മീക്കെട്ട് കേട്ടോ. ചെമ്മീക്കെട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നല്ല വലിയ തോടും അപ്പുറത്തെ ഭാഗത്ത് ചെമ്മീക്കെട്ടാണ്. നമ്മളവിടെ ചെമ്മീൻ കൃഷി ചെയ്യുന്നുണ്ട്, ചെമ്മീൻ വളർത്തുന്നുണ്ട്, മത്സ്യം രണ്ടൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ഈ നീലഷീറ്റിട്ടത് ഒരേപോലത്തെ മാടം എന്നാണ് ഇവിടെ പറയുന്നത്. അതവിടെ ആ ചെമ്മീക്കെട്ട് നോക്കുന്ന ആൾക്ക് താമസിക്കാൻ അല്ലെങ്കിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കട്ടിലൊക്കെ ഇട്ടിട്ടുള്ള ചെറിയൊരു മാടമാണ്. അപ്പോൾ ഞങ്ങളുടെ പുറകെ വരും. എവിടെ പോയാലും ജോയ് ഉണ്ടാവും. അവൻ്റെ ഇത് തൂമ്പെന്ന് പറയും കേട്ടോ. അവിടെ ആ വഴിയാണ് നമ്മൾ വല വെച്ചിട്ടാണ് നമ്മൾ ചെമ്മീൻ പിടിക്കണത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങളുടെ മുന്നിൽ കൂടി നടക്കുന്നുണ്ട്. ഞാൻ അച്ഛനും കൂടിയിട്ടാണ് അഞ്ചുവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഇവിടെ കണ്ടു, ഇതേപോലത്തെ വല വെച്ചിട്ടാണ് നമ്മൾ ചെമ്മീനെ പിടിക്കുന്നത്. അപ്പോൾ ഈ റോഡെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു മണ്ണിട്ടൊരു വഴിയാണ്. രണ്ട് വശത്തും പുഴയും കണ്ടമൊക്കെയാണ്. അപ്പോൾ നമ്മളതിൻ്റെ സൈഡിൽ കൂടി നടക്കണം. അത് ചെളിയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നടക്കണം. ഒരാൾക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു വഴിയാണത് കേട്ടോ. അപ്പുറത്തെ ഭാഗത്ത് നിറയെ തെങ്ങുകളുണ്ട്. ഇപ്പുറത്ത് ആണെങ്കിൽ ഇതേപോലത്തെ മാടങ്ങൾ കണ്ടോ. ഇതൊരു മാടമാണ്. അങ്ങനെ ഏകദേശം ഒരു 3-4 മാടങ്ങൾ നമുക്ക് പോണ വഴിയിൽ കാണാൻ പറ്റും. അവിടെയൊക്കെ ചെമ്മീൻ കൃഷിയാണ് ഓരോരുത്തരും ചെയ്യുന്നത്. ചെമ്മീൻ കൃഷിയാണ്. അങ്ങനെ ഞാൻ ഓരോ തൂമ്പും കയറി അതിൽ നടന്ന് പോവാണ്. കണ്ട വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ഒരു ഇടവഴിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മെയിൻ റോഡ്, ആ മെയിൻ റോഡിൽ മാത്രമേ വണ്ടി വരുള്ളൂ. ബാക്കി ഇങ്ങോട്ടേക്ക് നമ്മൾ നടക്കണം. ആ ദൂരെ കാണുന്നതാണ് മെയിൻ റോഡ്. അപ്പോൾ അവിടം വരെ നമ്മൾ പോകണം. അങ്ങനെ ഞാനിങ്ങനെ നടന്ന് പോകണം. എൻ്റെ പുറകെ തന്നെ ജോയും വരുന്നുണ്ട്. കുറേ ദൂരം നമ്മൾ നടക്കാനുണ്ട്. പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോരോ മാടങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മൾ അവസാനത്തെ മാടത്തിൻ്റെ അവിടെ എത്തി കേട്ടോ. ഈ തൂമ്പും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റോട്ടിലോട്ട് എത്താൻ. ജോയ് ഇവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ്. അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ എപ്പോഴും കണ്ടത് അവൻ പോണ്ട്. അച്ചുവാണ് വെള്ളം കുപ്പിയും കൊണ്ട് പോയത്. പിന്നെ അഞ്ചും ഉണ്ട്. കൊക്കുകളൊക്കെ പറന്ന് പോകണ്ട. അപ്പോൾ സോനി അഞ്ചുവിനാക്കിയിട്ട് അങ്ങോട്ട് പോയി, അച്ഛനും പോയി. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ അവരോട് ഞങ്ങൾ തണുത്ത വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അതൊക്കെ അവർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അഞ്ചുമാണ് കൊടയും ചൂടി ഫ്രണ്ടിൽ കൂടി പോകുന്നത്. അതിന് മുമ്പിൽ അച്ചുവും പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് പോകാൻ കേട്ടോ. വീണ്ടും അതേ വഴി തന്നെ തിരിച്ചു പോകണം. നടത്തം മാത്രമുള്ളൊരു പ്രശ്നം. പക്ഷേ നമുക്ക് കൂടെ നമ്മുടെ ജോ വന്നിട്ടുണ്ട്. കണ്ട നടക്കണത് അവൻ്റെ മുമ്പിൽ കൂടി പോകണേണ്. അച്ഛൻ 2 വെള്ളം കുപ്പിയും കൊണ്ട് അവൻ സൂക്ഷിച്ച് തൂമ്പൊക്കെ കയറി നടക്കണേണ്. ജോ ചാടി പുറകെ പോകുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ അതൊക്കെ വീഡിയോയിൽ ഇങ്ങനെ പകർത്തി അവരുടെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ എത്താറായി. ആ കാണുന്നതാണ് അച്ഛൻ്റെയൊക്കെ മാടം. അവിടെ അച്ഛനും അമ്മയൊക്കെയാണ് ഇപ്പോൾ. അവിടെ അമ്മ ഞങ്ങളെ നോക്കി അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം നടന്ന് അവിടെ എത്തി. അപ്പോൾ ഒരുപാട് നടന്നത് നല്ല ഉച്ച സമയമായതുകൊണ്ടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ ചെന്നിട്ട് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായല്ലോ. അപ്പോൾ വെള്ളം കൊണ്ട് നാരങ്ങ കുടിക്കാം എന്നുള്ള രീതിയിൽ നാരങ്ങ വെള്ളമൊക്കെ കലക്കി ഞങ്ങൾ. അച്ഛൻ്റെ വഞ്ചിയാണ് കേട്ടോ അവിടെ കിടക്കുന്നത്. കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നാരങ്ങ വെള്ളം കുടിച്ചു. അപ്പോൾ തന്നെ തണുത്ത വെള്ളം കുടിച്ചപ്പോൾ ഒരു ആശ്വാസം. ഞാനും അച്ചു അവനും കുടിക്കുന്നുണ്ട്. ഞങ്ങൾ 2 പേരും വയറ് നിറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ ഏകദേശം ഒരു തണുപ്പ് കിട്ടി വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ ഇവിടുത്തെ കുറച്ച് കൃഷികളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ പച്ചമുളക് കൃഷി കണ്ടോ. പച്ചമുളക് നല്ല പഴുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനാണ് ഇതൊക്കെ കൃഷി ചെയ്യണത്.
മൂന്നാലെണ്ണം ഉണ്ട്, തൈകളുണ്ട്. പക്ഷെ എല്ലാത്തിലും നല്ലോണം ഒരുപാട് വിളവൊക്കെ കിട്ടുന്നുണ്ട്. പച്ചക്കറി കൃഷിയാണ്. അങ്ങനെ വെണ്ടയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നശിഞ്ഞു പോയി. ഇത് കണ്ടത് പൂച്ചപ്പഴം എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നത്? പൂച്ചപ്പഴം ഏകദേശം പാകമായി. ഇത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റാണ്. ഒരുപാടെണ്ണം പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കണത്. അങ്ങനെ ഇത് കഴിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ കറക്റ്റ് പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് തന്നെ. അങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ല രുചി, നല്ല മധുരമുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ പറിച്ച് ഞാനും കഴിച്ചു. അപ്പോൾ ഞാനത് കഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവനും എൻ്റെ ഒപ്പം മാച്ചും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനും ഞാനത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് എന്താണെന്ന് പോലും അറിയില്ല. അവനത് കഴിച്ചിട്ടുണ്ട്. അവനത് വളരെയധികം ഇഷ്ടപ്പെട്ടല്ലേ. അവനത് കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങളത് മുഴുവനും പറിച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. അച്ഛൻ്റെ വഞ്ചി കിടക്കുന്നുണ്ടോ. ഇവിടെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് തോടാണ്. അറ്റം വരെ ഉണ്ട്. അപ്പുറം വലിയ പുഴയാണ്. അറ്റത്തൊരു വീടുണ്ട്. പിന്നെ ഇങ്ങനെ രണ്ട് വശങ്ങളിലും വെള്ളത്തിന് നടുക്കാണ് ഇതിങ്ങനെ ഉള്ളത്. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീക്കിട്ടുള്ള വെള്ളം ഏകദേശം പറ്റി വല വെക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ വെള്ളം പറ്റിക്കും. എന്നിട്ടൊരു വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ച് പുഴയിൽ നിന്നുള്ള വെള്ളം കയറ്റുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. സൂര്യനൊക്കെ ഏകദേശം അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് പുഴയുടെ അരികിലിരുന്ന് ഒരു ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞാനും അമ്മ അനിയത്തിയൊക്കെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ സൂര്യൻ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുറേ നേരം നമ്മൾ പുഴയിനെയും അതുപോലെ തന്നെ ആ കാഴ്ചകളും കിളികളുടെ സൗണ്ടൊക്കെ ഉണ്ടാവും ആ സമയത്ത്. കുറേ കൊക്കുകളൊക്കെ ദേശമായിട്ടുണ്ട്. കൊക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ഒരു വൈകുന്നേരത്തെ ഒരവസ്ഥ. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ എടുക്കുന്നത് അപ്പുറത്ത് ഒരു വീട്ടിൽ നിന്നാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണേണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി രാത്രിയാകുന്ന സമയത്ത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും എല്ലാവരും കൂടി ബക്കറ്റൊക്കെ കൊണ്ട് അപ്പുറത്തെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇതിലേ നടന്ന് വേണം നമ്മൾ പോകാനായിട്ട്. ഞാൻ രാവിലെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ വഴി ഇങ്ങനെ. അപ്പോൾ കുറച്ച് നമ്മൾ നടക്കണം അങ്ങോട്ടേക്ക്. ഏകദേശം നല്ല ഇരുട്ടായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ വഴി കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല ഭംഗിയാണ് ആ ഒരു സമയം കാണാനായിട്ട്. പിന്നെ ആരും ഉണ്ടാവില്ലതേ. ആച്ച അതിൽ ഓടിപ്പോണുണ്ട്. അവനോട് ഓടല്ലേന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. ആ വഴി കണ്ടോ, അറ്റം വരെ പോകണം. അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ പറ്റി വരണ്ട കണ്ടും അവിടെ ഒരുപാട് കൊക്കുകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അവൻ അതിലേ നടക്കുകയാണ്. നടന്ന് ഹായൊക്കെ തരുന്നുണ്ട് അച്ചു. അങ്ങനെ അവൻ ആ വഴി കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുറകെ പോകുന്നുണ്ട്. എൻ്റെ പുറകെ അമ്മയും വരുന്നുണ്ട്. അപ്പോൾ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇരുട്ടായി തുടങ്ങുമ്പോൾ അവസ്ഥ ഇതാണ്. ചുറ്റും മരങ്ങളായതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് പെട്ടെന്ന് കുറച്ചും കൂടി ഒരു നല്ല ഇരുട്ട് ഫീൽ ചെയ്യും. ആകാശത്ത് പ്രകാശം കുറച്ചും കൂടി പോകാനുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് കഴിയുമ്പോൾ ഇതാണ് ചെമ്മിക്കെട്ടിൻ്റെ അവസ്ഥ. കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നല്ല ഇരുട്ട്, മുകളിൽ നല്ല ചന്ദ്രനും വന്നിട്ടുണ്ട്. നല്ല പ്രകാശമുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ കുറേ നേരം സംസാരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അലൻ അവൻ ഹായൊക്കെ തരുന്നുണ്ട് കേട്ടോ. അവനവിടെ ഇരുന്നിട്ട് അവൻ്റെ വീഡിയോ എടുക്കുന്നു പറഞ്ഞ് അവൻ പറയുകയാണ്. അതിന് തൊട്ടടിയിൽ തന്നെ നമ്മുടെ ജോ നമ്മൾക്ക് കാവലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് രാത്രിയിലെ കാഴ്ച. അങ്ങനെ ഞങ്ങളിങ്ങനെ വർത്താനം സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്.